കേരള യാത്രയിൽ ഒരു യുക്തിവാദി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ വാചക യുക്തിവാദിയാ പറഞ്ഞത്. അയാൾ കാന്തപുരത്തെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ യുക്തിവാദിയാണ്, നിരീക്ഷരവാദിയാണ്. ഞാൻ കാന്തപുരത്തെയും മുഹമ്മദ് നബിയെയും തമ്മിൽ പരസ്പരം ആരാണ് ശരിയായ നിലയിലുള്ള ആള്, ഇവരിൽ ആരാണ് ശ്രേഷ്ഠവാൻ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അവസാനം എനിക്ക് മനസ്സിലായി, മുഹമ്മദ് നബിയെക്കാളും ഒരുപാട് ഉയരത്തിലാണ് കാന്തപുരം ഉസ്താദ് എന്ന് ആ യുക്തിവാദി മലപ്പുറം ജില്ലയിലെ സ്റ്റേജിൽ വെച്ച് പറഞ്ഞപ്പോ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചിട്ടും ഒരക്ഷരം അതിനെതിരെ പറഞ്ഞിട്ടില്ല. ഇനി ചിന്തിക്കണം, ആരാ ഒന്നാം സ്ഥാനത്തുള്ളത്? കാന്തപുരമാണോ ഹബീബാണോ? ഹബീബായ നബി തങ്ങൾ രണ്ടാം സ്ഥാനത്താണെങ്കിൽ ദീനിൽ ഇവർക്കുള്ള സ്ഥാനം എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. സംഘാടകരൊന്ന് ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ അധികം പറയുന്നത് 2 മിനിറ്റ് മാത്രം, കാരണം ഇനി വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷെ ഉസ്താദന്മാരുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ലോക സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്, ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടി ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് മുസ്ലിം ലോകത്ത് നമുക്കത് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ ഒരു യുക്തിവാദി പറഞ്ഞു എന്നാ പറഞ്ഞത്. യുക്തിവാദി ആവട്ടെ ആരോ ആവട്ടെ, അങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, എത്ര വലിയ കോജ ആവട്ടെ, അയാളെ ഇരുത്തിക്കൊണ്ട് പറയുകയാണ്, ആ ഇരിക്കുന്ന വ്യക്തിയെ അപേക്ഷിച്ച് മുഹമ്മദ് നബി 2ാം സ്ഥാനക്കാരനാണെന്നൊരു യുക്തിവാദി പറയുമ്പോൾ അതിനെതിരെ ഒന്ന് തിരുത്തുവാൻ, ഒരു കാര്യം പറയുവാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് മോഡി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചതുപോലെ എന്തോ ഒരു തരം താഴ്ത്തിയുള്ളൊരു സംസാരം അവരുടെ വേദിയിൽ നടന്നപ്പോൾ അതപ്പം തന്നെ തിരുത്തിയ ആ ആളുകൾ. അപ്പോൾ നമുക്കൊരു ചോദ്യം അപ്പോൾ അവിടെ വരികയാണ്. എൻ്റെ ഉള്ളിൽ ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നത്, ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത്, തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട്, ഗുജറാത്ത്. ഉസ്താദിന് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാട് ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മളൊക്കെ അവിടെ വരും. ഈ ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു നാടുണ്ട്. അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇനി എന്റെ നാവ് കൊണ്ട് അത് ഉച്ചരിച്ച് എന്റെ നാവ് കേടാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ്, പേടിച്ചിട്ടൊന്നുമല്ല. അയാള് വന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവും വന്നത്. അദ്ദേഹത്തിന്റെ പേര് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നു, മഹാത്മാഗാന്ധി. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം, മഹാത്മാഗാന്ധി പ്രതിനിധീകരിച്ച അഥവാ മഹാത്മാഗാന്ധിയെ പോലുള്ള ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കൾ ഉണ്ടാവുന്ന നാട് മാത്രമേ നല്ല നാടായി, മേന്മയുള്ള നാടായി, സമാധാനമുള്ള നാടായി, സഹിഷ്ണുതയുള്ള നാടായി, ജനാധിപത്യവും മതേതരത്വവും വികസനവും ദരിദ്രനാരായണന്മാരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാത്തതും ആയ ഒരു രാജ്യമായി ഇന്ത്യ മാറാൻ സഹായകമാവും. പക്ഷേ ഇവിടെ ഇപ്പൊ ഗാന്ധിയെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദുവായാൽ അയാൾ മിക്കവാറും രാഷ്ട്രദ്രോഹിയാവും എന്നുള്ളതാണ് നിലവന്നിരിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രപിതാവിന് സിന്ദാബാദ് വിളിച്ചാലൊന്നും രാജ്യസ്നേഹിയാവില്ല, മറിച്ച് നാഥുറാം ഗോഡ്സെക്ക് സിന്ദാബാദ് വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രിക്ക് സിന്ദാബാദ് വിളിക്കണം. എന്നാലേ നമ്മൾ ആരാവുള്ളൂ, രാജ്യസ്നേഹിയാവൂ എന്നുള്ള സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നവർ ആണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇണ്ടാസ് കാണിച്ച് രാജ്യത്തിന്റെ സമാധാനവും വൈവിധ്യവും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഏകീകൃത സിവിൽ കോഡിന് എതിരായ ഏതൊരു പ്രവർത്തനവും
മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി നിലനിർത്തുന്ന ഒരു ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് സർവ്വവിധ ഐക്യദാർഢ്യവും മഹാത്മാഗാന്ധിയെപ്പോലുള്ള ഹിന്ദുക്കളുടെ ഒരു എളിയ പ്രതിനിധി എന്ന നിലയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. മായ ഈ സദസ്സിന് എന്റെ വന്ദനം. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അവിടെ വെച്ച് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് പിൻവലിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അവർ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിരുത്താൻ മനസ്സ് കാണിക്കാത്ത ആളുകൾ ഈ ഉമ്മത്തിനിടയിലേക്ക് വളരെ മോശമായിക്കൊണ്ടുള്ള ജൽപ്പനങ്ങളുമായി വരുമ്പോൾ അവർ തിരുത്താൻ അവർക്ക് മനസ്സുണ്ടാവില്ല എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. മനസ്സിലാക്കുക, ഇവിടെ സത്യവിരുദ്ധമായിക്കൊണ്ട് വാസ്തവവിരുദ്ധമായിക്കൊണ്ട് ഇവരുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി പച്ചക്കളവുകൾ പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർ തിരുത്താത്തത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വിട്ടത്. നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാന്തപുരം മുഹമ്മദ് നബിയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ഏത് ശൈത്താനോ പറയട്ടെ, ആ ശൈത്താനോട് പറയണ്ടേ. ഇനി ആ ശൈത്താനോട് പറഞ്ഞില്ലെങ്കിലും അവിടെ മുന്നിലിരിക്കുന്ന ആളുകളോട് പറയണ്ടേ, അയാൾ പറഞ്ഞത് തെറ്റാണ്, മുഹമ്മദ് നബിയാണ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുവാനുള്ള ആ മനസ്സ് കാണിക്കാത്ത ഈ ആളുകളെയൊക്കെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം, എങ്ങനെ കാണണം എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. ആരാണ് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു ചെറിയൊരു പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വർഗീയതയും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന മുസ്ലിം നാമധാരികളും ഇസ്ലാമിനെക്കുറിച്ചും മുഹമ്മദ് നബിയെക്കുറിച്ചും തെറ്റിദ്ധരിച്ച സഹോദര മതവിശ്വാസികളും ഈ വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുക. മുഹമ്മദ് എന്ന അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച്. അതെ, നിങ്ങൾ മുഹമ്മദ് എന്ന ഇസ്ലാം മത പ്രവാചകനെ മാറ്റി നിർത്തി താഴെ പറയുന്ന വ്യക്തികളെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു മുഹമ്മദ് എന്നും എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത്. മുഹമ്മദ് എന്ന അനാഥ ബാലൻ, മുഹമ്മദ് എന്ന ആട്ടിടയൻ, മുഹമ്മദ് എന്ന യുവാവ്, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന ഭർത്താവ്, മുഹമ്മദ് എന്ന സത്യസന്ധൻ, മുഹമ്മദ് എന്ന തത്വചിന്തകൻ, മുഹമ്മദ് എന്ന സാമൂഹ്യ പരിഷ്കർത്താവ്, മുഹമ്മദ് എന്ന അനാഥ സംരക്ഷകൻ, മുഹമ്മദ് എന്ന അഗതികളുടെ സംരക്ഷകൻ, മുഹമ്മദ് എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ, മുഹമ്മദ് എന്ന അടിമമോചകൻ, മുഹമ്മദ് എന്ന അഭയാർത്ഥി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പിതാമഹൻ, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന നയതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ലഹരി വിമോചകൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സർവ്വ സൈന്യാധിപൻ, മുഹമ്മദ് എന്ന ഭരണകർത്താവ്, എല്ലാറ്റിലുമുപരി മുഹമ്മദ് എന്ന മനുഷ്യൻ. ഗ്രീക്ക് റോമൻ ഇതിഹാസങ്ങളിലെ കഥയല്ല മുഹമ്മദിന്റെ ജീവിതം. AD 571 ജനിച്ച് 632 മരിച്ച ആധുനിക കാലത്തെ മനുഷ്യൻ. നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരു മനുഷ്യായുസ്സിനുള്ളിൽ ചെയ്തു തീർത്തു മഹാനായ പ്രവാചകൻ. അതും പാശ്ചാത്യരുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായ ഒരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകൻ പോലുമില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായ ഒരു വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്നത്
ആർക്കെങ്കിലും ആധികാരികമായി പറയാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണ്. ആ മുഹമ്മദ് എന്ന മനുഷ്യനെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കൂ. അനാഥ ബാലനിൽ നിന്നും അറേബ്യയുടെ ഭരണാധികാരിയിലേക്ക് നടന്നു നീങ്ങിയ വഴികൾ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തായിരുന്നു യഥാർത്ഥ മുഹമ്മദ് എന്ന്. വെളുത്ത സൽമാൻ ഫാരിസിനെയും കറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ. അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അയൽവാസി പട്ടിണി കിടന്നാൽ വയറു നിറയ്ക്കരുതെന്ന് കൽപ്പിച്ച് അതിൽ ജാതി നോക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. കട്ടത് എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈമുറിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ നീതിമാൻ. മരിച്ചത് നമ്മുടെ മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കെന്ത് മതമാണ് എന്ന് ചോദിച്ച് അനുയായിയെ ശകാരിച്ച പ്രവാചകൻ. മാതാപിതാക്കളോട് ചേ എന്ന വാക്കുപോലും പറയരുതെന്ന് പഠിപ്പിച്ച സ്നേഹപ്രവാചകൻ. മരണം മുന്നിൽ കണ്ടപ്പോഴും എന്റെ ജനത എന്നോർത്ത് കരഞ്ഞ പകരമില്ലാത്ത നേതാവ്. ഭർത്താവിനെ ശപിക്കരുതേ, ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വിഷമിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച കുടുംബനാഥൻ. പിതാവിന്റെ വിയർപ്പ് കുടുംബത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ. ശവമഞ്ചം വഹിച്ച് ജനം നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകരോട് അത് മുസ്ലിമിന്റേതല്ല എന്ന് അനുയായി പറഞ്ഞപ്പോൾ അത് മനുഷ്യന്റേതാണെന്ന് പറഞ്ഞുകൊടുത്ത് ബഹുമാനിച്ച പ്രവാചകൻ. ഭർത്താവ് മൊഴി ചൊല്ലുന്നത് പോലെ അവനിൽ നിന്ന് നിനക്ക് തൃപ്തികരമായ ജീവിതം ലഭിച്ചില്ലെങ്കിൽ തിരിച്ച് നിനക്കും ഭർത്താവിനെ മൊഴിച്ചൊല്ലാമെന്ന് പഠിപ്പിച്ച് ആണിനും പെണ്ണിനും തുല്യനീതി ഉറപ്പാക്കിയ നീതിമാൻ. ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് ദാനമാണെന്നും നിനക്ക് നിന്റെ മതം, അവർക്കവരുടെ മതം, മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നും പഠിപ്പിച്ച പ്രവാചകൻ. സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് ആദ്യമേ പഠിപ്പിച്ച പ്രവാചകൻ. വഴി തടസ്സപ്പെടുത്തി ഒരു മുള്ളു കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ട് പോവരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ വിവാഹമാണ് ഏറ്റവും മഹത്വമേറിയതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അറിവ് വിശ്വാസിയുടെ സമ്പത്താണ്, അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ച പ്രവാചകൻ. പെണ്ണിന്റെ സുരക്ഷിതത്വമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പെന്നും പെൺമക്കളുള്ള കുടുംബമാണ് ഉത്തമ കുടുംബമെന്നും പഠിപ്പിച്ച പ്രവാചകൻ. നിന്റെ വിരലുകളിൽ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അനാഥ കുട്ടികളുടെ മുമ്പിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച കാരുണ്യ പ്രവാചകൻ. എത്ര പറഞ്ഞാലും പൂർണ്ണമാകാത്ത വാക്കുകൾ, എത്ര എഴുതിയാലും അവസാനിക്കാത്ത വരികൾ. നിങ്ങളും ഇന്നു മുതൽ പഠിക്കൂ ആ മഹാനായ മനുഷ്യനെക്കുറിച്ച്. ഇസ്ലാം മതത്തിന്റെ അന്തസ്സത്ത അറിയാത്ത മുസ്ലിം നാമധാരികളായ ഭീകരവാദികളുടെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുവിൻ ഈ മനുഷ്യസ്നേഹിയായ മുഹമ്മദിനെ. മുസ്ലിമെ അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദര സമുദായത്തിലെ സുഹൃത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഖുർആൻ പരിഭാഷയും മുഹമ്മദ് നബിയുടെ ജീവിത ചരിത്രവും. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മവും അത് തന്നെ.